ഒരു കുട്ടി മൊബൈലിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാൾ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട് കുട്ടി സംസാരിക്കുന്നത്. ആ കുട്ടി സംസാരിക്കണം എന്താണെന്നറിയോ? എനിക്ക് നിങ്ങൾ ആ ജോലി തന്നെ തരണം, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. അപ്പം മറുതലക്കുന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ട്, ആ ജോലി വേറൊരാൾക്ക് കൊടുത്തു, ആ ജോലി ഇനി ഇല്ല, ഇനി ഒരു അവസരം വരികയാണെങ്കിൽ നിനക്ക് ജോലി തരാം, ഇപ്പോൾ ആ ജോലി ഇനിയും തരാൻ നിർത്തിയില്ല. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ അന്ന് പരസ്യത്തിൽ പറഞ്ഞ ആ ഒരു ശമ്പളത്തേക്കാൾ പകുതി എനിക്ക് തന്നാൽ മതി, ഇരട്ടി ജോലി ഞാൻ ചെയ്യാം, എന്നിട്ടെങ്കിലും ആ ജോലി എനിക്ക് തരണം എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ മറുതലക്കെന്ന് പറയുന്നുണ്ട്, ഒരു തരത്തിലും നിവൃത്തിയില്ല. കാരണം ഇപ്പോൾ ഞാൻ ജോലിക്കാരനെ അന്വേഷിച്ച് കണ്ടെത്തി, ആ ജോലിക്കാരൻ ഞാൻ എങ്ങനെയാണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി അദ്ദേഹം ഇവിടുന്ന് പോയാലല്ലാതെ ഈ ജോലി ഞാൻ വേറൊരാൾക്കും കൊടുക്കൂല, അദ്ദേഹത്തെ എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഇതേപോലെ നമ്മളും നമ്മളുടെ യജമാനനൊന്ന് ഫോൺ ചെയ്യണം, നമ്മുടെ റബ്ബിനൊന്ന് ഫോൺ ചെയ്യണം. ആ ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി ഫോൺ ചെയ്യുന്നത് കേട്ട് അവിടെ അടുത്തുള്ള ആൾ പറഞ്ഞു, മോനെ നിനക്ക് അങ്ങനെ ഒരു ജോലിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു ജോലി തരാം, നീ കഷ്ടപ്പെടണ്ട, ഞാൻ ഒരു ജോലി തരാം. അപ്പോൾ ഈ കുട്ടി പറയാണ്, എനിക്കൊരു ജോലിയും വേണ്ട, ഞാൻ ഫോൺ ചെയ്തത് എൻ്റെ യജമാനന് തന്നെയാണ്. ഞാൻ ജോലിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അവിടെ ജോലിക്ക് ജോയിൻ ചെയ്ത ആ വ്യക്തി ഞാൻ തന്നെയാണ്. ആ യജമാനന് ഞാനാകുന്ന ജോലിക്കാരനെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയാൻ വേണ്ടി ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടില്ലേ, ഇനി വേറൊരാളെ കിട്ടിയാൽ പോലും ഞാൻ ഈ ജോലി വേറെ ആർക്കും കൊടുക്കൂല, അത്രയ്ക്കും എനിക്കിഷ്ടമാണ്. ഇതേപോലെ നമ്മളെപ്പറ്റി നമ്മുടെ റബ്ബ് പറയുമോ? നമ്മുടെ റബ്ബിന് നമ്മളൊന്ന് ഫോൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റബ്ബ് പറയുമോ, എനിക്ക് എൻ്റെ ഈ അടിമയെ ഏറ്റവും ഇഷ്ടമാണ്, ഈ അടിമ എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞ രൂപത്തിലൊക്കെ തന്നെയാണ് ഈ അടിമ ജീവിക്കുന്നത് എന്ന് പറയുമോ? ആ ഒരു റബ്ബിൻ്റെ അടുത്തേക്ക് പോവാൻ നമ്മൾ ഒരുക്കാണോ? പലർക്കും മരിക്കാൻ പേടിയാ അല്ലേ? മരണം എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ഒക്കെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും വരില്ല. ചിലർ പറയും, നിങ്ങൾ വേറെന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയും, ഇതൊരു ഇടങ്ങാറുണ്ടാക്കണ കാര്യം, അല്ലെങ്കിലേ വീട്ടിൽ ഇടങ്ങാറാ, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ അതും കൂടി കേട്ട് മനുഷ്യൻ ആകെ ഇടങ്ങാറാ, അപ്പോൾ നിങ്ങൾ മരണത്തിനെ പറ്റിയൊക്കെ ഞങ്ങൾ കുറേ കേട്ടതാ, വേറെ എന്തെങ്കിലും പറയുന്നു പറയും. ഇന്ന് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ സമയത്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. നോക്കിയ സമയത്ത് നമ്പറാണ്, സേവ് ചെയ്തിട്ടൊന്നുമില്ല, പരിചയമില്ലാത്ത നമ്പറാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഫോൺ എടുത്തിട്ട് ഇവിടുന്ന് ഹലോ, അപ്പോൾ മറുതലക്കുന്ന് അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾ സലാം വീട്ടി നിങ്ങൾ പറഞ്ഞു പരിചയമില്ല, ആരാണ് നിങ്ങൾ? അപ്പോൾ മറുതലക്കുന്ന് ഇങ്ങോട്ട് പറയാം, ഞാൻ അസ്രായിലാണ്, ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ്, നിങ്ങൾ റെഡിയാണോ എന്ന് അങ്ങനെ ചോദിക്കൂലട്ടോ ആരിപ്പോൾ. ഇന്നിപ്പോൾ മൊബൈലിൽ അസ്രായിലിൻ്റെ നമ്പർ സേവ് ചെയ്യുന്നു വേണ്ട. ആ തരത്തിൽ നിങ്ങളോട് ചോദിച്ചാൽ എൻ്റെ ചോദ്യം, ഞാനടക്കമുള്ള നമ്മൾ റെഡിയാണോ പോകാൻ? അപ്പം നമ്മുടെ മറുപടി എന്തായിരിക്കും? ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോര്, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, മരണത്തെ പേടിക്കുന്നവനല്ല ഞാൻ, മരണത്തെ പ്രതീക്ഷിക്കുന്നവനാ, അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ നിന്നെ പ്രതീക്ഷിച്ച് തന്നെയാണ് ജീവിച്ചത്, ധൈര്യമായിട്ട് പോന്നോ, കൂടെ പോരാൻ ഞാനുണ്ട് എന്ന് പറയോ? അതോ ദയവ് ചെയ്ത് ഈ വരവ് ഒരു വർഷമെങ്കിലും അങ്ങോട്ട് മാറ്റി വെക്കണം. കാരണം എൻ്റെ ഒരുപാട് നിസ്കാരം കളയാണ്, ഒരുപാട് കാര്യങ്ങൾ, നോമ്പ് ഞാൻ നോറ്റ് വിട്ടാന്നൊക്കെ വിചാരിച്ച് നോറ്റ് വിട്ടിട്ടില്ല, കുറേ അവിടെ കിടക്കുന്നുണ്ട്. സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ ഞാൻ ഒരുപാടായിട്ട് വിചാരിച്ചു, സ്വർണത്തിൻ്റെ വില കുറഞ്ഞു കിട്ടണ്ടേ, കൊടുക്കാൻ ഒക്കെ ഞാൻ തയ്യാറാണ്, പക്ഷേ കൂടി പോവില്ലേ, ഇപ്പം തുമ്പന്ന് അങ്ങോട്ട് എടുത്താൽ ഒരു നുള്ളെടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര ആയിരം കൊടുക്കണത്, അതുകൊണ്ട് അതൊക്കെ കടാണ്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞോട്ടെ, ഇപ്പം വരല്ലേ എന്നായിരിക്കുമോ നമ്മൾ പറയാം? റബ്ബിലേക്ക് കൊടുക്കാൻ ഇനിയും കടങ്ങളുമായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനം നമ്മളിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ പടച്ച തമ്പുരാൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ ഒന്നും ബാക്കി വെക്കരുത് കൂട്ടരെ, ഒന്നും ബാക്കിയുണ്ടാവരുത്. കൊടുക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കണം, അതാത് സമയങ്ങളിൽ കൊടുക്കാൻ സാധിക്കണം. ഏത് സമയത്തും മരണം നമ്മളെ വന്ന് വിളിക്കുന്ന സമയത്ത് യാതൊരു കോളിംഗ് ബെല്ലും അടിക്കാതെ, ആരോടും സമ്മതം ചോദിക്കാതെ അടഞ്ഞിട്ട വാതിലിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ അടുത്തേക്ക് വരും നമ്മളെ കൊണ്ടുപോവാൻ. കൂടെ കിടക്കുന്ന നമ്മുടെ ഇണ പോലും അറിയൂല നമ്മളെ കൊണ്ടുപോകുന്ന കാര്യം. അങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ തയ്യാറായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ വരുന്നതിന് മുമ്പ് നമുക്ക് തീരുമാനിക്കണം, യാതൊരു സംശയവുമില്ല, അങ്ങനെ എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ശുദ്ധ മനസ്സോടുകൂടി യാതൊരു കടവും ബാക്കിയില്ലാതെ പോകാൻ ഞാൻ തയ്യാറാണ്. ആ തരത്തിൽ നമ്മൾ ഒരുങ്ങി നിൽക്കണം, ഏത് സമയത്തും ഒരുങ്ങി നിൽക്കണം. നിങ്ങൾക്ക് ഉംറക്ക് പോകാൻ, ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങളൊരു ട്രാവൽ ഏജൻസിയെ സമീപിച്ചു. ആ ട്രാവൽ ഏജൻസിക്കാർ പറഞ്ഞു, എപ്പോഴാണ് പോകാൻ പറ്റുകയെന്നറിയില്ല, ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും, അല്ലെങ്കിൽ ഈ മാസത്തിൽ തന്നെ ചിലപ്പോൾ ഒരു ഒഴിവ് വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ എപ്പോഴാണെങ്കിലും തയ്യാറായി നിന്നോളേ എന്ന് പറഞ്ഞാൽ പൈസയൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരുങ്ങൽ?
ഒക്കെ റെഡിയാക്കി ലിസ്റ്റൊക്കെ എഴുതി ആ കൃത്യമായിട്ട് നാളെ ഇങ്ങോട്ട് ഫോൺ വന്നാൽ നാളെ തന്നെ പോകാനുള്ള രൂപത്തിലാണ് ഒരുങ്ങിക്കുക. ഈ ഒരുക്കം ഉംറക്കല്ല കൂട്ടരെ വേണ്ടത്. ഈ ഒരുക്കം ആദ്യം വേണ്ടത് മരണത്തിനാണ്. എന്നെ എപ്പോഴാണോ മരണം വിളിക്കുന്നത്, ആ മരണം വിളിക്കുന്ന ഏത് നിമിഷവും കൂടെ പോകാൻ ഞാൻ തയ്യാറാണ്. ഒരാൾക്കും പറയാൻ പറ്റൂല ഞാൻ ഇപ്പോൾ വരുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ പഠനം പ്രാവർത്തികമാക്കുക, പ്രാക്ടിക്കലാക്കുക, പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ആയത്ത് പഠിക്കുമ്പോൾ, ഏത് ആയത്താവട്ടെ, ആ ആയത്ത് പഠിക്കുമ്പോൾ ആ ആയത്തിനെ ഒരു പ്രൊജക്റ്റ് ആക്കിയിട്ട് എടുക്കുക. എന്താ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ആയത്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ ഒരു അമ്മായിമ്മയ്ക്കും ഒരു മരുമകളെ പ്രശ്നം ഉണ്ടാവില്ല. ഒരു മരുമകൾക്കും അമ്മായിമ്മയെ ഉമ്മയല്ലാതെ കാണാൻ പറ്റൂല. എല്ലാവരും തമ്മിൽ സ്നേഹമായിരിക്കും, സന്തോഷമായിരിക്കും, യാതൊരു സംശയവുമില്ല. ഇത് തമ്മിൽ ഭയങ്കര ഉടക്ക, തമ്മിൽ നല്ല പ്രശ്നമാണ്. അമ്മായിമ്മയുടെ വിചാരം ഈ മോള് വന്നതിന് ശേഷം എൻ്റെ മകൻ ആകെ മാറി, ഇതുവരെ ഒരു കാര്യവും ചെയ്തിരുന്നില്ല, ഇപ്പം അവൾ പറഞ്ഞതനുസരിച്ച് അവൻ്റെ ജീവിതം. മരുമകളുടെ വിചാരം ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്നെ തീരെ കണ്ടുകൂടാ, സ്വന്തം പെമ്മക്കൾ വരുന്ന സമയത്ത് നല്ല സ്വീകരണമാണ്, എന്നെ ഒരു വേലക്കാരിയായിട്ട് അവിടെ കൂട്ടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഖുർആൻ പഠിക്കുന്നത്? ഖുർആൻ പഠിക്കുന്ന ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അസ്വാരസ്യം ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനെ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരാം, നമുക്ക് രോഗങ്ങൾ വരാം, പ്രാരാബ്ദങ്ങൾ വരാം, കടങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടത്. അങ്ങനെ ആ തരത്തിലാകുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ വേറെ തരത്തിലുള്ള ചിന്തകൾ വരില്ല. നമ്മുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത, ആരെ കണ്ടു കഴിഞ്ഞാലും എങ്ങോട്ട് ഫോൺ ചെയ്തു കഴിഞ്ഞാലും, അഥവാ നിങ്ങളുടെ അടുത്തേക്കെങ്ങാനും ആരെങ്കിലും വന്നിട്ട് അവിടെ നിലവിലില്ലാത്ത ഒരാളെപ്പറ്റി എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ കുറ്റങ്ങളോ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മൂളിക്കൊടുക്കൂല. നിങ്ങളുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കാളലങ്ങ് വരും. ആ കാളൽ കിട്ടിയ ആളുകൾ ഈ കൂട്ടത്തിൽ എത്ര ആളുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. എങ്ങനെ നിങ്ങളടുത്തേക്ക് നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിലവിലില്ലാത്ത ഒരാളെക്കുറിച്ച് നിങ്ങളോട് ഇങ്ങനെ പറയാണ്, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ അങ്ങനെ ചെന്നു, അവൾ ഇന്നലെ തെറ്റിപ്പോയി, അവൾ ഭർത്താവിനോട് മിണ്ടൂല, അത് ഇത് അങ്ങനെ പറയാണ്. ആ പറയുന്ന സമയത്ത് നമുക്കതൊക്കെ മൂളിക്കേൾക്കാനാണോ താല്പര്യം? അതല്ല. ആ സമയത്ത് ദയവ് ചെയ്ത് നമ്മുടെ അടുത്തില്ലാത്ത അവളെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ രണ്ട് പേരുടെയും അമലുകൾ ബാത്തിലാവും. അതുകൊണ്ട് ഞാനത് കേൾക്കാൻ തയ്യാറാവില്ല. ഇത് പറയാനുള്ള ചങ്കൂറ്റം കിട്ടിയെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ പഠനം ഏറ്റവും നല്ല രൂപത്തിലായി. അത് പറയാനുള്ള ചങ്കൂറ്റം ഇനിയും നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഇപ്പോഴും നമ്മൾ പരിശുദ്ധ ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞല്ലോ ഒരു ഖുർആൻ ക്ലാസ്സിൻ്റെ കാര്യം, ഓൺലൈനായിട്ട് അത് എടുക്കുന്നത്. ഓരോ ദിവസവും അതിലെ ക്ലാസ്സുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ, 67,000-ഓളം ആളുകൾ ആ ഒരു ചാനലിലുണ്ട്. അവരെല്ലാവരും അത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ല, തുടക്കത്തിൽ കുറേ ആളുകളുണ്ടായിരുന്നു. കുറേ ആളുകൾ അതിങ്ങനെ കേട്ടു തുടങ്ങി. വഴിയിൽ വെച്ച് കുറേ ആൾക്കാർ വഴിയിലെ സ്റ്റോപ്പിൽ ഇറങ്ങി. പല സ്റ്റോപ്പുകളിൽ നിന്നും ആളുകൾ വീണ്ടും കയറി. ഇപ്പോഴും ആ വണ്ടിയിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് പരിശുദ്ധ ഖുർആന്റെ വണ്ടി. തുടക്കത്തിൽ കുറേ ആൾക്കാരുണ്ടാവും. ആ കയറുന്ന സമയത്ത് തന്നെ അവർ തീരുമാനമെടുക്കും, ഞങ്ങൾ എന്തായാലും ഇടയ്ക്ക് വെച്ച് ഇറങ്ങൂല, ഇത് മുഴുവനാക്കിയിട്ട് തന്നെ. കാരണം അതൊരു വലിയ സംഭവം തന്നെയാണ്, നമുക്കത് മുഴുവനാക്കണം, തീരുമാനമെടുക്കും. പക്ഷെ ആ തീരുമാനമെടുത്ത ആളെ പിശാച് വിടൂല. അങ്ങനെ നിങ്ങളെങ്ങാനും ഒരു ഉറച്ച തീരുമാനം എടുത്താൽ പിശാച് നിങ്ങളെ വിടൂല. ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരും. വന്നിട്ട് പറയും, ആ ഒരു പഠനത്തിൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയിട്ട് അത് മുടക്കാൻ നോക്കും. നിങ്ങൾക്ക് തോന്നിച്ചു തരും, അതിപ്പോൾ പിന്നെ പഠിക്കാം, അല്ലെങ്കിൽ നാളെ പഠിക്കാം. അങ്ങനെ 2-3 ക്ലാസ് അങ്ങോട്ട് മിസ്സാകുമ്പോൾ ഇനിയിപ്പോൾ 3-4 ഒന്നിച്ച് തീർക്കാനൊന്നും കഴിയില്ല, അതങ്ങനെ അങ്ങോട്ട് പോകും അതിൻ്റെ വഴിക്ക്. അപ്പോൾ പിശാച് സന്തോഷിച്ചു, എൻ്റെ ഉദ്യമം, എൻ്റെ ശ്രമം ഫലം കണ്ടു എന്നാ പിശാച് പറയും. ഈ രൂപത്തിൽ നമ്മളെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റാൻ പിശാച് നമ്മുടെ കൂടെയുണ്ട്. വെളിച്ചം 1-ാം ഘട്ടം മുതൽ ഈ ഒരു 18-ാം ഘട്ടം വരെ യാതൊരു ഇടതടവുമില്ലാതെ ഇതിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേരൊക്കെ ഇവിടെ പറഞ്ഞു. അതൊരാളായിരിക്കൂല, ഇനിയും പേര് വായിക്കാൻ ഒരുപാട് ആൾക്കാർ ആ രൂപത്തിലുണ്ടാവും, എനിക്കറിയാം. എങ്ങനെയാണ് അവർ ഇത്രയധികം പിടിച്ചു നിന്നറിയോ? അവരോട് ചോദിക്കാതെ ഞാൻ പറയട്ടെ, അവർ പിശാചിനെ തോൽപ്പിച്ചവരാ. അവരുടെ മനസ്സിലേക്ക് തെറ്റായ തോന്നലുകൾ വന്നിട്ടുണ്ടാവും പലപ്പോഴും, അതിനെ മുടക്കാൻ വേണ്ടി പിശാച് ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ അവർ ആ പിശാചിനെ ഓടിച്ചവരാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ അറുക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് പിശാചിനെ ആട്ടിയോടിച്ച പോലെ ആ രൂപത്തിൽ ആട്ടിയോടിച്ചവരാണ് ഈ ആളുകൾ. അങ്ങനെയാണെങ്കിലേ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പല കാരണങ്ങളും പറഞ്ഞ് ഇടയ്ക്ക് വെച്ചിട്ട് പരിശുദ്ധ ഖുർആന്റെ പഠനം നിർത്തും. പിന്നീട് നമുക്ക് അതിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല.
ചില ആളുകൾ ഇടയ്ക്ക് വെച്ച് പഠനം തുടങ്ങിയിട്ട് ചിലപ്പോൾ മുഴുവനാക്കും. എന്നാൽ ഞാനെടുക്കുന്ന ക്ലാസ്സിലടക്കം ഒന്നാമത്തെ ക്ലാസ് മുതൽ ഇതുവരെ മുടങ്ങാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ ആളുകൾ ആ രൂപത്തിലുണ്ട്. അവരതിൻ്റെ സന്തോഷം പങ്കുവെക്കാറുണ്ട്. ഇപ്പോൾ 30-ാം ജുസ് കഴിഞ്ഞ് 29-ാം ജുസ് കഴിഞ്ഞ് 28-ാം ജുസിലെ സൂറത്തുൽ ജുമുഅയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഭാഗം കാണാപ്പാഠം പഠിച്ച, സൂറത്തു സഫ് വരെ കാണാപ്പാഠം പഠിച്ച ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അവരങ്ങനെ, കാരണം ഒരു ദിവസം 1-2 ആയത്ത്, ആ 1-2 ആയത്ത് അവർ കാണാപ്പാഠം പഠിക്കും, അതിൻ്റെ അർത്ഥവും വിശദീകരണവും പഠിക്കും. സംസാരിക്കുന്ന സമയത്ത് ആളുകളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കും, മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കും. അവരുടെ ജീവിതത്തിൽ അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യും, പരിശോധിക്കും. ആ രൂപത്തിൽ അവരുടെ ജീവിതം ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ രൂപത്തിലല്ലാത്തൊരു പഠനം നമുക്ക് പറ്റൂല. നമുക്ക് അവാർഡുകളും കാര്യങ്ങളൊക്കെ പ്രോത്സാഹനങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള നമ്മുടെ സമ്മാനം നമ്മളെ കാത്തിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ഈ ഒരു നമുക്ക് തരുന്ന സമ്മാനങ്ങൾ, ഇപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ബാമ്പു അല്ലേ, നല്ല ഒരു ലക്കി ബാമ്പു, അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല സമ്മാനം. യഥാർത്ഥത്തിലുള്ള സമ്മാനം നമ്മളെ കാത്തിരിക്കുന്നേ ഉള്ളൂ. ആ യഥാർത്ഥത്തിലുള്ള സമ്മാനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഇവിടെ സമ്മാനം വാങ്ങിയ ആൾക്ക് അവിടെ സമ്മാനം കിട്ടണമെന്നില്ല. ഒരുപക്ഷേ ഇവിടെ പരീക്ഷയിൽ പരാജയപ്പെട്ട ആൾ നാളെ അവിടെ വരിയിൽ 1-ാം സ്ഥാനത്തായിരിക്കും, മുമ്പിലായിരിക്കും. അതുകൊണ്ട് അവിടുത്തെ വിജയമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്, അവിടുത്തെ സമ്മാനമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ആ സമ്മാനം കിട്ടണമെന്നുണ്ടെങ്കിൽ പഠനം പ്രാവർത്തികമാക്കണം, പ്രാക്ടിക്കലാക്കണം, ജീവിതത്തിൽ ഉണ്ടാകണം ഓരോ ആയത്തും. ആ രൂപത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളോട് 1-2 കാര്യങ്ങൾ ചോദിക്കുക. ഒരു ഖുർആൻ പഠിക്കുന്ന സദസ്സിലെ ആളുകൾ എത്രത്തോളം പഠനം ആഴത്തിലേക്ക് പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോടുമായിട്ട് ചോദിച്ചോട്ടെ? ഉത്തരം പറയോ? ഇനി ചോദിക്കുന്നതിന് ഉത്തരം പറയണം കേട്ടോ. എല്ലാവരും പഠിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ? പഠിക്കുന്നവരല്ലേ? ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റൂല. എൻ്റെ മനസ്സിൽ ഭയങ്കര ആവേശമായിരുന്നു. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഖുർആൻ പഠിക്കുന്നവരാണ്. ഞാൻ ചോദ്യം ഇവിടുന്ന് ചോദിക്കുമ്പോഴേക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുക, സൂറത്തുൽ ബഖറയിൽ ഇത്രാമത്തെ ആയത്തിൽ എന്ത് പറഞ്ഞു ഒന്നും ചോദിക്കൂല. ആ പേടിയൊന്നും പേടിക്കണ്ട. നിങ്ങൾക്കറിയാത്തൊരു ചോദ്യം ചോദിക്കൂല. നിങ്ങൾക്ക് അറിയണ ചോദ്യം ചോദിച്ചാൽ പറഞ്ഞൂടെ? ഉറപ്പല്ലേ? ശരി, ആദ്യത്തെ ചോദ്യം ആരോടാ ചോദിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറഞ്ഞോളി. എന്നോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാളൊന്ന് കൈപ്പൊക്കിയേ. പരിശുദ്ധ ഖുർആൻ്റെ നിങ്ങൾക്കറിയാത്ത ചോദ്യം ഞാൻ ചോദിക്കൂല. നിങ്ങൾക്ക് പറയാൻ നാണക്കേടുണ്ടാക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കൂല. അപ്പോൾ ധൈര്യമായിട്ട് പറയാലോ, പരിശുദ്ധ ഖുർആൻ്റെ പഠിതാക്കളാണ്. അല്ലാഹ്, ചോദ്യം നോക്കണ കേൾക്കണോട് കൂടി മനസ്സിൻ്റെ ഉള്ളിൽ കൂടി ആകെ ഒരു കാളല. അങ്ങനത്തെ ചോദ്യം ഒന്നുമല്ല കൂട്ടരെ. ആരെങ്കിലും ഒരാൾ പറഞ്ഞേ എന്നോട് ചോദിക്കാന്ന്. എന്തപ്പോൾ ഇതിന് ഇത്ര പേടിയുള്ളത്? നല്ലൊരു കാര്യം. എൻ്റെ ചോദ്യം, പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആയത്ത്? ഈ ചോദ്യമാണെങ്കിൽ ഇന്ന് ഞങ്ങളോട് ചോദിച്ചുകൂടായിരുന്നു. കണ്ടോ, ഇപ്പോൾ കൈ വെക്കാൻ തുടങ്ങി. സൂറത്തുൽ ഫാത്തിഹ, ഇതാണ് അതിൻ്റെ ഉത്തരം. അപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഉത്തരം പറയാൻ മടിയുണ്ടാണ് ഞാൻ ചോദിക്കൂല. നിങ്ങൾക്ക് ഉത്തരം അറിയാത്ത ചോദ്യം ഞാൻ ചോദിക്കൂല. ഇപ്പം ഈ ചോദ്യം കേട്ടപ്പോൾ ഓരോരുത്തർക്ക് തോന്നുക ഇതെന്നാ ഞങ്ങളോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഏതായിരിക്കും എന്നാവോ? ഇനി അവിടുന്ന് നമ്മുടെ സഹോദരിമാരെ കൂട്ടത്തിൽ നിന്ന് ആരാ കൈപൊക്കിയത്? നിങ്ങൾ പഠിക്കുന്ന ആളല്ലേ? ഖുർആൻ പഠിക്കുന്ന ആളല്ലേ? വെളിച്ചം പഠിക്കുന്ന ആളല്ലേ? ശരി, നിങ്ങളുടെ വെളിച്ചം പഠിക്കുന്ന ആരെങ്കിലും ഒരാളൊന്ന് കൈപൊക്കുവോ? അവിടെയുണ്ട്. നമുക്ക് സഹോദരിമാരിടുന്നൊരു ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ ഏതെങ്കിലും ഒരു ആയത്ത് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ആയത്ത്, കുറേ ഉണ്ടാവും, പെട്ടെന്ന് ഓർമ്മ വരുന്ന ആയത്ത് ഏതാ? പരിശുദ്ധ ഖുർആനിനെ പരിശുദ്ധ ഖുർആനിനെ എന്താക്കിയിട്ടുണ്ട്? എളുപ്പമാക്കി. എന്നിട്ട് പിന്നെ ബാക്കി എന്താ ചോദിച്ചത്? അതിനൊരു ബാക്കിയുണ്ടല്ലോ, ആരുണ്ട് അതിനെ പഠിക്കാൻ? വല്ലാത്തൊരു ചോദ്യം അല്ലേ? നോക്കി നിങ്ങൾ, അതാണ് മനുഷ്യൻ്റെ ഒരാളുടെ മനസ്സിൽ തറച്ച ചോദ്യം. അതാണ് ഓരോരുത്തർക്കും ഓരോന്നാണ് മാറ്റം ഉണ്ടാക്കുക. ഇപ്പോൾ അവിടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയ കൂട്ടത്തിൽ ആ ടീച്ചറുടെ മുഖമാണ് ആദ്യം ഓർമ്മ വന്നത്. നമ്മൾ ചിലപ്പം 10ാം ക്ലാസ് വരെയും +2 വരെയും ഡിഗ്രിയൊക്കെ പഠിച്ച കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ടീച്ചറുടെ പേര് പറയാൻ പറഞ്ഞാൽ, പെട്ടെന്നൊരു ടീച്ചറുടെ പേര് പറയുകയാണെങ്കിൽ ആ ടീച്ചർ കാര്യമായിട്ട് മാറ്റം ആ കുട്ടിക്ക് ഉണ്ടാക്കിയിരിക്കണം. ഇപ്പോൾ 6236 ആയത്തുകളിൽ ഇതുവരെ നിങ്ങൾ പഠിച്ച ആയത്തുകളുടെ എണ്ണം എത്രയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ആയത്ത് ഏതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്
പരിശുദ്ധ ഖുർആനിനെ ഞാൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിട്ടില്ലേ, ആരുണ്ടത് പഠിക്കാൻ എന്നൊരു ചോദ്യം, അള്ളാൻ്റെ വല്ലാത്തൊരു ചോദ്യം. ഈ പരിശുദ്ധ ഖുർആൻ എളുപ്പമായിട്ട് പോലും അത് പഠിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ, ഇതേ ചോദ്യം നാളെ അള്ളാഹു എടുത്തിടുകയാണെങ്കിൽ, നാളെ ഇതേ ചോദ്യം പരലോകത്ത് അള്ളാഹു എടുത്തിടുകയാണെങ്കിൽ എന്തുണ്ട് നമ്മൾ മറുപടി പറയാൻ? നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ അഫ്ദലുൽ ഉലമ കഴിഞ്ഞിട്ടില്ല പടച്ചോനെ, ഞാൻ പ്രിലിമിനറിക്ക് പോയിട്ടില്ല, ഞാൻ അറബിക് കോളേജിൻ്റെ വാതിൽ പോലും കണ്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ പഠിക്കാൻ? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അറബിക് കോളേജിൽ പോകാത്തിരുന്ന് കൈപൊക്കിക്കേ നോക്കി നിങ്ങൾ. ഈ ഇരിക്കുന്ന ആൾക്കാരിൽ നല്ലൊരു ശതമാനം അറബിക് കോളേജിൽ പോകാത്തവരാ. പിന്നെ ആ മറുപടിക്ക് യാതൊരു പ്രസക്തിയില്ല. ഈ ചോദിക്കുന്ന ഞാനടക്കം അറബിക് കോളേജിൽ പോയ ആളല്ല. പക്ഷേ ഞാനടക്കം ഉമ്മിയാണ്, നിരക്ഷരനാണ്. ഞാനടക്കം നിരക്ഷരനാണ്. നിരക്ഷരൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബിടെക് കഴിഞ്ഞിട്ടുണ്ട്, എംടെക് കഴിഞ്ഞിട്ടുണ്ട്, PhD കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സൈക്കോളജിയിൽ PG ഉണ്ട്. പക്ഷെ ഞാൻ നിരക്ഷരനാണ്. ഇതൊന്നും നാളെ പരലോകത്ത് ഞാൻ ഈ എണ്ണി പറഞ്ഞ സർട്ടിഫിക്കറ്റുകളിൽ ഒരു സർട്ടിഫിക്കറ്റ് പോലും നാളെ അള്ളാൻ്റെ കോടതിയിൽ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് കാര്യം ഉണ്ടാവില്ല. അവിടെ ഞാൻ കെട്ടുകണക്കിന് സർട്ടിഫിക്കറ്റ് നമ്മുടെ CITക്കാരെ കൊണ്ട് ഏറ്റിക്കൊണ്ടായാലും ശരി, അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അവിടെ സർട്ടിഫിക്കറ്റ് വേണോ? പരിശുദ്ധ ഖുർആൻ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റാണ് നമുക്ക് ആവശ്യം. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ അക്ഷരജ്ഞാനം ഇല്ലാത്തവനാ, ഞാൻ നിരക്ഷരനാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഡിഗ്രികളൊക്കെ മാറ്റി വെച്ചേക്കുക. നമ്മൾ ഏത് കൊമ്പത്താണെങ്കിലും ശരി, ഏത് കലക്ടറാണെങ്കിലും ശരി, പരിശുദ്ധ ഖുർആനിൻ്റെ അറിവില്ലെങ്കിൽ നിരക്ഷരനാണ്, അതാരാണെങ്കിലും ശരി. അതുകൊണ്ട് നമുക്ക് ഇത്തരം പഠനങ്ങളാണ് ആവശ്യം. നിങ്ങളുടെ മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കിയ ഒരു ആയത്തേതാണ്? സൂറത്തുൽ മുൽക്കിലെ അവസാന ആയത്ത് അല്ലേ? നോക്കി നിങ്ങൾ, അള്ളാഹു മഴയെക്കുറിച്ച് പറയാണ്, വെള്ളത്തെക്കുറിച്ച് പറയാണ്. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാനെങ്ങാനും അതിനെ തടഞ്ഞു വെച്ചാൽ വേറെ ആരുണ്ട് നിങ്ങൾക്കത് തരാൻ? ആ ഒരു ചോദ്യം ശരിക്ക് ഒരാഴ്ച പഠിക്കാനുണ്ട്. നമ്മൾ വിചാരിക്കും അറബിക്കടൽ ഇവിടെ നടുക്ക്, ഇപ്പുറത്ത് സൗദി അറേബ്യ, ഇപ്പുറത്ത് കേരളം, അങ്ങനെ തന്നെ അല്ലേ? അറബിക്കടൽ നടുക്ക്, ഒരു സൈഡിൽ ഇന്ത്യ, ഒരു സൈഡിൽ സൗദി അറേബ്യ, ശരിയാണല്ലോ? അറബിക്കടൽ നടുക്കാണ്. നമ്മൾ എന്താ വിചാരിക്കുക? അറബിക്കടലിൽ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ വന്ന് തട്ടിയിട്ട് വെള്ളം മേലേക്ക് ഇങ്ങനെ പൊങ്ങുക. എന്നിട്ട് നമ്മളുടെ സാധാരണ ബുദ്ധി എന്ത് പറയണം? ഈ മേലേക്ക് പൊങ്ങുന്ന വെള്ളം അങ്ങോട്ടും പോകണം, ഇങ്ങോട്ടും പോകണം, ഇവിടെയും മഴ പെയ്യണം, ഇവിടെയും മഴ പെയ്യണം, ഇവിടെ 6 മാസം മഴ, ഇവിടെ 6 മാസം മഴ. പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവിക്കണേ. ഇവിടുന്ന് മേലേക്ക് പൊങ്ങുന്ന ഈ ഒരു വെള്ളം കുറച്ച് മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ, സൗദി അറേബ്യയിലേക്ക് പോകുന്നുള്ളൂ. അധികവും പോണത് ഇന്ത്യൻ്റെ ഭാഗത്തേക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 6 മാസത്തോളം അല്ലെങ്കിൽ 3 മാസത്തോളം നമ്മുടെ കേരളത്തിൽ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യയിൽ ഒരു വർഷത്തിൽ 1-2 മഴ. ഇതെങ്ങാനും നേരെ തിരിഞ്ഞാലോ? നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പോണ വെള്ളം അങ്ങോട്ട് പോണതിന് പകരം ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോണ വെള്ളം ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? സൗദി അറേബ്യയിൽ ഒരു 3 മാസത്തോളം നിലക്കാത്ത മഴ ദിവസവും നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു വർഷത്തിൽ 1-2 മഴ. എന്തായിരിക്കും അവസ്ഥ? കേരളം ഉണ്ടാവില്ല, സൗദി അറേബ്യ ഉണ്ടാവില്ല. സൗദി അറേബ്യയിൽ ഒരു ചെറിയ നൂൽമഴ കിട്ടിയാൽ തന്നെ അവിടെ ആ റോഡുകളും ഡ്രെയിനേജും അതേപോലെയുള്ള റൗണ്ട് അബൌട്ട്സും എല്ലാം വെള്ളത്തിൽ മൂടും. അപ്പോൾ അള്ളാഹുവിനറിയാം എങ്ങനെയാണ് റേഷൻ. ആ രാജ്യത്തിന് എത്ര കൊടുക്കണം അത്രയാണ് അങ്ങോട്ട് കൊടുക്കണുള്ളൂ. ഇതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട് എന്ന് ചിന്തിക്കാൻ വേറെ എന്താ വേണ്ടത്? ഇനി ആ വെള്ളം പലപ്പോഴും നമ്മുടെ തിരുവനന്തപുരത്തും അതേപോലെ മറ്റ് പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്ന സമയത്ത് 2 നില ബിൽഡിങ്ങൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാവാറുണ്ട്. ഇന്ന് രാവിലെ പുട്ട് കഴിച്ചിട്ട് വന്ന് തള്ളുകയല്ല, നിങ്ങൾ പത്രത്തിൽ വായിച്ചതാണ്. 2 നില ബിൽഡിങ്ങൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാവാറുണ്ട്. അത്രയധികം വെള്ളം. ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇത്രയധികം വെള്ളം ആകാശത്ത് എങ്ങനെ ഇത്രയും കാലം കെട്ടിക്കിടന്നത്? ഒന്നും വേണ്ട, തെങ്ങിൻ്റെ മേലെയുള്ള തേങ്ങയുടെ ഉള്ളിൽ വെള്ളം എങ്ങനെയാണ് കെട്ടിക്കിടന്നത് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഏത് വഴി അതിൻ്റെ മേലേക്ക് കയറിപ്പോയത്? ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറാനൊരു കൂലി, ഇറങ്ങാൻ വേറെ കൂലിയാണ്. ആ കാലത്ത് ഇത്രയും ഉയരമുള്ള തെങ്ങിൻ്റെ മേലേക്ക് ആ വെള്ളമൊക്കെ കൂടെ മേലെത്തണമെന്നുണ്ടെങ്കിൽ എത്ര ബക്കറ്റ് വെള്ളം ഉണ്ടാവും? അതിൽ മുഴുവൻ തേങ്ങയൊന്ന് പൊട്ടിച്ചു നോക്കുകയാണെങ്കിൽ. അപ്പം നമ്മൾ ചിന്തിക്കണം, ആകാശത്ത് ഇത്രയധികം വെള്ളം കെട്ടിക്കിടന്നത് എങ്ങനെ? എന്നിട്ട് അള്ളാഹു വിചാരിക്കാതെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞോ ഒരു പേടി നിങ്ങൾ പേടിക്കണ്ട, വെള്ളം അവിടെ ഉണ്ട്, താഴത്തേക്ക് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. മുസല്ലെടുത്തിട്ട് ഗ്രൗണ്ടിൽ കൂടി പടച്ചോനോട് പ്രാർത്ഥിക്കാൻ.
അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, പടച്ചോനെ നീ കെട്ടി നിർത്തിയ വെള്ളം ഒന്ന് താഴത്തേക്ക് താ എന്ന് പറയാൻ വേണ്ടി നമ്മൾ മുസല്ലെടുത്തിട്ട് ഗ്രൗണ്ടിൽ കൂടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതങ്ങോട്ട് താഴേക്ക് വന്നപ്പോഴോ നിർത്താനും വേറെ മാർഗമൊന്നുമില്ല, ആ അള്ളാഹിനോട് തന്നെ പറയേണ്ടി വന്നു, അല്ലാതെ മാർഗമില്ല. അത് ഞങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ മലയുടെ ഭാഗത്തേക്കും വേരുകളിലേക്കും ഒക്കെ എത്തിക്കണേ, ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നു. അപ്പം നമുക്ക് ആലോചിച്ച് നോക്കണം, സഹോദരൻ പറഞ്ഞ ആ ഒരു ആയത്ത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ അള്ളാഹു നൽകുന്ന വെള്ളത്തെ അവനെങ്ങാനും തടഞ്ഞു വെച്ചാൽ ആരുണ്ട് നിങ്ങൾക്കത് തരാൻ? കിണർ കുത്തി, ഒരുപാട് കുത്തി, വീണ്ടും ആഴം കൂട്ടി, ഒരൊറ്റ ഉറവയുമില്ല, ആരുണ്ട് ഉറവ പൊട്ടിക്കാൻ? അള്ളാഹിൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ആയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം നമ്മൾ. അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതൊരു അത്ഭുതമാണ്. ഇത് പഠിക്കാൻ ഒരു ആയുസ് കൊണ്ട് ചിലപ്പോൾ കഴിയണമെന്നില്ല, ഒരുപാട് പഠിക്കാനുണ്ട്, അത്രയധികം ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുണ്ട്. ആ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു മേഘങ്ങളെ മേലേക്ക്, ആ നീരാവിയെ മേലേക്ക് പൊക്കിയതും, മേഘങ്ങൾ ഉണ്ടാക്കിയതും, കാറ്റതിനെ കൊണ്ടുപോയതും, താഴേക്ക് തന്നതും, അതിൽ നിന്ന് മറ്റുള്ള എല്ലാ സസ്യങ്ങളും ഉണ്ടാക്കിയെടുത്തതും ഒക്കെ അള്ളാഹു ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോവുക. ഇതൊക്കെ എങ്ങനെയാണ് ഈ തരത്തിൽ അള്ളാഹു സംവിധാനിക്കുന്നത്? ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹു എങ്ങാനും ഈ പണി നമ്മളെ ഏൽപ്പിച്ചാലോ? അള്ളാഹ് പറയാണ്, ഒരു ദിവസം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ, ഒന്നും വേണ്ട, നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പെങ്ങാനും നമ്മളെ ഏൽപ്പിച്ചാലോ? നടക്കൂല. ഒരു കാര്യവും അള്ളാഹു ചെയ്യുന്നത് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഈ ഒരു ആകാശത്ത് പ്രപഞ്ചത്തിൽ കോടാനുകോടി ഗോളങ്ങളുണ്ട്, സൂര്യനും ചന്ദ്രനും അടക്കം. ഈ ഗോളങ്ങളെല്ലാം ഓടി നടക്കുകയാണ്, ആകാശത്തിലൂടെ ഓടി നടക്കുക. ഈ ഓടി നടക്കുന്നതിൻ്റെ പലതിൻ്റെയും വേഗത, ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ ഒരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ, ഈ ഓഡിറ്റോറിയം ഭൂമിയുടെ മേലെയാണ്. അതത്ര വലിയ അറിവൊന്നുമല്ല അല്ലേ? എന്നാൽ ആ ഭൂമി വെറുതെ നിൽക്കല്ല, ആ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, പന്ത് കറങ്ങുന്ന പോലെ. എത്ര വേഗതയിലാണ് കറങ്ങണമെന്നറിയോ? വിമാനം പറക്കുന്ന വേഗതയുടെ ഇരട്ടി വേഗതയിൽ. 1670 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ. നമ്മുടെ വിമാനം പറക്കുന്നത് 885. നമ്മുടെ കുട്ടികൾ ബൈക്കേറ്റ് പോണത്, ചെറുപ്പക്കാരാണെങ്കിൽ 90-ഉം പ്രായം ചെന്നവരാണെങ്കിൽ 40-ഉം. വയസ്സിൻ്റെ ഒരു നേരെ വിപരീതം എടുത്താൽ മതി. പ്രായം കൂടുന്നതിനനുസരിച്ച് സ്പീഡ് ഇങ്ങനെ കുറയും. അത് നടത്തം മാത്രമല്ല, ബൈക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു 60-ഉം 70-ഉം ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 30-35 ഇങ്ങനെ പിടിച്ചു പോകും. 20-ഉം 18-ഒക്കെ ആണെങ്കിൽ 80-ഉം 90-ഉം അവരൊച്ച മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ആംബുലൻസിൻ്റെ ഒച്ചയും കേൾക്കും. അപ്പോൾ ഈ തരത്തിൽ ഇവരിങ്ങനെ പറക്കുന്നുണ്ടല്ലോ, ആ പറക്കൽ ഏറിപ്പോയാൽ 80-90 ഒക്കെ വേഗതയാണ്. പക്ഷേ 1670 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ ആ വേഗതയിൽ ഈ ഭൂമി കറങ്ങണ്, നമ്മളെയും കൊണ്ട്. എന്നിട്ട് നമുക്കാർക്കെങ്കിലും അറിയണ്ടോ ഇതിപ്പോൾ അങ്ങനെ കറങ്ങുന്നുണ്ടെന്നുള്ളത്? നമ്മൾ അറിയണ പോലുമില്ല. ഒരു തൊട്ടിലിൽ കുട്ടി കിടക്കുന്ന സുഖത്തോടു കൂടി ആ ആട്ടം ഒരു സുഖമാക്കിയെടുത്തിട്ട് നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ്. ആ തൊട്ടിയിൽ ഒരു കുട്ടിനെ കിടത്തിയിട്ട് ഇങ്ങനെ ആട്ടിയാൽ കുട്ടിക്ക് ആട്ടൊരു സുഖം, കുട്ടിക്ക് അതൊരു പ്രയാസമൊന്നുമില്ല. ഇതേപോലെ അള്ളാഹു ഭൂമിയെ ഒരു തൊട്ടിലാക്കി, ഇളകുന്ന ഭൂമിയിൽ യാതൊരു പ്രയാസമില്ലാതെ ആസ്വദിക്കുന്ന മനുഷ്യൻ. അപ്പം നമ്മളിങ്ങനെ ചോദിക്കും, അല്ല എന്തെന്നുണ്ട് നമ്മളാരും തെറിച്ച് പോകാത്തത് ഇതിൻ്റെ മേലെന്ന് ഈ കോലത്തിൽ വേഗതയിലാണെങ്കിൽ? അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് മറുപടി പറഞ്ഞുതരാം. നിങ്ങൾ ആരെങ്കിലും ഉംറക്കോ ഹജ്ജിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വിമാനം നല്ല വേഗതയിൽ പറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി ഇത് പറക്കുന്നുണ്ട്? ഇല്ലല്ലോ. അതേപോലെ തന്നെ ഈ അന്തരീക്ഷവും ഇതിനോടൊപ്പം കറങ്ങുകയാണെങ്കിൽ വേഗത നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. അതും അള്ളാഹുവിൻ്റെ ഒരു അത്ഭുതമാണ്, അതും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്, നിയമത്താണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്, ആയത്താണ്. അതുകൊണ്ട് ആ ആയത്തുകൾ നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക. ഓരോ ആയത്തും നിങ്ങൾ പഠിക്കുക. പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുക, ആസ്വദിച്ച് പഠിക്കുക. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന അങ്ങനെ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആളുകളെ കാണുന്ന സമയത്ത് എന്തൊക്കെ സംസാരിക്കുമ്പോഴും കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആന്റെ പഠനത്തിൽ ഒരു പ്രാധാന്യം, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ആ തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാവും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയ വേറെ ഏതെങ്കിലും ആയത്ത് പറയാൻ പറ്റുമോ? കുല്ലു നഫ്സ്, നോക്കിയേ, വല്ലാത്തൊരു സംഭവമല്ലേ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാവരും മരിക്കുന്നതാണോ? അല്ല, എല്ലാ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും. മരിക്കുന്നല്ല, മരണത്തിന് ഒരു ആസ്വാദനമുണ്ട്, മരണത്തിനൊരു രുചിയുണ്ട്. അത് അള്ളാഹു നമ്മൾ അറിയിക്കുക തന്നെ ചെയ്യും. മോൻ്റെ മനസ്സിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് ആ ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കൂട്ടരെ, ഒരു സെക്കൻഡ് സമയം,
ഒരു സെക്കൻഡ് സമയം റബ്ബിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യൂ? ഏറ്റവും കൂടുതൽ ഉയരങ്ങളിൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിൽ ഇരുന്നു കൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വെള്ളവും കള്ളും നമ്മൾ കഴിക്കുമോ? പലരും വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ അതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ഫ്രീ കിട്ടുന്നതല്ലേ, ആ സമയത്ത് ഇപ്പോൾ കുറച്ചൊക്കെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിലം വിട്ട് പറക്കുകയാണ്, നമ്മുടെ പരിധിയിലല്ല. എന്നിട്ട് പോലും റബ്ബിനെ മറന്നുകൊണ്ട് വൃത്തികെട്ട ജീവിതങ്ങളിലേക്ക് പോകുന്നു. എൻ്റെ റൂമിനകത്ത് ഞാൻ ചെയ്യുന്ന കാര്യം ഒരാളും കാണുന്നില്ല എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നു. അള്ളാഹുവിൻ്റെ CCTV ക്യാമറ മുഴുവൻ പകർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ മറന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു നാട്ടിൽ വെച്ചിരിക്കുന്ന ബൈക്കിനെയും കാറിനെയും പോലെയുള്ള വാഹനങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന AI ക്യാമറകൾ കാണുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കുറക്കുന്ന നമ്മൾ റബ്ബിൻ്റെ AI ക്യാമറയെക്കുറിച്ച് ഒട്ടും ആലോചിക്കുന്നില്ല. റബ്ബ് നമ്മുടെ ജീവിതത്തെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഇപ്പോൾ സംവദിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അത് അള്ളാഹു പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളെ നമുക്ക് കാണിച്ചു തരും ഇതിൻ്റെ കൂലിയാണെങ്കിലും എന്താണെങ്കിലും. അതുകൊണ്ട് എല്ലാ ആത്മാവും, എല്ലാ മനുഷ്യനും, എല്ലാ ദേഹവും, എല്ലാ ശരീരവും മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും. ഏത് നിമിഷവും അത് സംഭവിക്കുമെന്നർത്ഥം. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക, തയ്യാറായിരിക്കുക ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അതൊരു അവസാനത്തെ യാത്രയാണ്. ആ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ, ആ യാത്രയിൽ നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് എഴുതി തയ്യാറാക്കുക. ഹജ്ജിന് പോകുന്ന ആളുകൾ ട്രാവൽ ഏജൻസി നൽകിയ ലിസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ചെരുപ്പ് 2 ഹവായി, ലുങ്കി ഇത്ര, മറ്റേ തുണി ഇത്ര, നിസ്കാരക്കുപ്പായം അത് എല്ലാം, മരുന്നുകൾ, കഴിക്കുന്ന മരുന്നുകൾ ലിസ്റ്റ് കൂടെ എഴുതിയിട്ട് 2-3 പ്രാവശ്യം ഉറപ്പിക്കും ആ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ മുഴുവൻ പെട്ടിക്ക് എടുത്ത് വെച്ചിട്ടില്ലേ എന്ന്. എന്താ വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാവരുതേ. ഇതേപോലെ നാളെ നമ്മൾ മരണത്തിന് ശേഷം ചെല്ലുമ്പോൾ അവിടെ പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി ഈ യാത്രയിൽ കൊണ്ടുപോകേണ്ട വിഭവങ്ങൾ ഇന്ന് തന്നെ നമ്മൾ ലിസ്റ്റ് എഴുതണം. ആ ലിസ്റ്റിൽ നമ്പർ 1 ഒന്നാമതായി നിങ്ങൾ എഴുതേണ്ടത് തഖ്വയാണ്. തഖ്വ അതുണ്ടാവണം. ബാക്കിയൊക്കെ നിങ്ങളിങ്ങനെ എഴുതിക്കൊള്ളുക. നിസ്കാരവും നോമ്പും സക്കാത്തും എല്ലാം എഴുതിക്കൊള്ളുക. ആ ഒരു ലിസ്റ്റിലുള്ള ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അങ്ങനെ ലിസ്റ്റ് എഴുതി കാത്തു സൂക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദേഹവും മരണത്തിൻ്റെ രുചി അറിയുമെന്ന് പറയുമ്പോൾ മരണത്തെ പേടിക്കൂല, പ്രതീക്ഷിക്കും. നമ്മൾ ആരും മരണത്തെ പേടിക്കേണ്ടവരല്ല, മരണത്തെ പ്രതീക്ഷിക്കേണ്ടവരാ. ഏത് സമയവും വരും, വന്നോട്ടെ, ഞാൻ തയ്യാറാണ്, ഞാൻ പോകാൻ ഒരുക്കമാണ്. ഇതായിരിക്കണം നമ്മുടെ മറുപടി. ഒരു പ്രത്യേക കാലം എത്തിക്കഴിഞ്ഞാൽ എൻ്റെ നല്ല കാലത്ത് എന്നെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ പോകാൻ തയ്യാറാണ് എന്നെങ്കിലും പറയാൻ നമുക്ക് സാധിക്കണം. അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, പറയാനുണ്ടെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. ആർക്കെങ്കിലും ഏതെങ്കിലും ആയത്ത് മനസ്സിൽ വല്ലാതെ തട്ടിയത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടും. കേട്ടില്ല. സൂറത്ത് യാസീനിൽ ജീവനുള്ളവർക്ക് താക്കീത് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ വിവരണമുണ്ട്. അതാണ് ഒരാൾക്ക് മനസ്സിൽ വല്ലാതെ സ്പർശിച്ച ഒരായത്ത്. ഓരോരുത്തർക്കും പലതായിരിക്കും കേട്ടോ. തബ്ബത്ത് പഠിച്ചിട്ട്, തബ്ബത്ത് കേട്ടതിന് ശേഷം മാത്രം ഇസ്ലാം മതം സ്വീകരിച്ച ആളുണ്ട്. നമ്മളിരിക്കും തബ്ബത്തിൽ ഇപ്പം എന്താ അത്ര അധികം ഉള്ളത്. ഒരു ചെറിയ ആയത്ത് കേൾക്കുമ്പോഴേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ഉത്ബോധനമാണ്, താക്കീതാണ്, അത് വഴികാട്ടിയാണ് എന്ന് പറയുമ്പോൾ അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നൽകിയിട്ടേ കാര്യമുള്ളൂ. ജീവിച്ചിരിക്കാത്ത ആളുകൾക്ക് അത് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ നമ്മളാണ്. നമുക്ക് ആ പരിശുദ്ധ ഖുർആൻ എടുക്കാനും അതുവഴി ജീവിക്കാനും സാധിക്കണം. നമ്മുടെ ജീവിതം ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അള്ളാഹു നാളെ പരലോകത്ത് ഈ ഇരിക്കുന്ന പോലെ നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ ഒരു ഖുർആൻ പഠിക്കുന്നതിൻ്റെ മേന്മ കൊണ്ട് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു കാര്യം ചോദിച്ചത് ഞാൻ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് പറയാനാണ്. ഞാൻ ശരി ആ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പഠിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഒരു സൂറത്ത് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഒരു ദിവസം 1 ആയത്തോ 2 ആയത്തോ ഒക്കെ പഠിപ്പിക്കുള്ളൂ. അതൊരു 20 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം എനിക്കറിയാം ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം സമയമൊന്നും ചിലവാക്കാൻ ഈ കാലഘട്ടങ്ങളിൽ പറ്റൂല. നമ്മുടെ മക്കൾക്കടക്കം സമയമില്ല. നിങ്ങളുടെ മക്കൾക്ക് വാട്സപ്പിൽ ഒരു 15 മിനിറ്റിൻ്റെ വോയിസ് അയക്കി. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് 15 മിനിറ്റിൻ്റെ വോയിസ് അയക്കി. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറഞ്ഞു 1:30 ഇട്ടിട്ട് അവർ കേൾക്കുക. അവർക്ക് ടൈമില്ല.
അവൾക്കത് കേൾക്കണ്ട. നമുക്കത് കേൾക്കുമ്പോൾ തലക്ക് ഭ്രാന്ത് പിടിക്കുക, എന്തപ്പോൾ ഈ കുട്ടി കേൾക്കണേ. എന്നാൽ കുട്ടിക്ക് കറക്റ്റ് മനസ്സിലാവും. ടീച്ചർമാരൊക്കെ സ്കൂൾ ഗ്രൂപ്പിലിടുന്ന വോയിസ് നാളെ വരുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ഇവർ 1.5-ലും 2-ലിട്ടിട്ടാണ് കേൾക്കുക. നമുക്കത് മനസ്സിലാവണമെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആക്കും പോലെ കേൾക്കണം. അപ്പോൾ ഈ കാലഘട്ടം സ്പീഡിൻ്റെ കാലഘട്ടമാണ്, സമയം തികയാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് 20 മിനിറ്റൊക്കെ ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ. ചിലതൊക്കെ ചില ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ കുറച്ചധികം പോകും, 1 ആയത്തോ 2 ആയത്തോ. അപ്പോൾ ഞാനത് എടുക്കുന്ന രീതി, ആദ്യം ആ ആയത്തിൻ്റെ വാക്കർത്ഥങ്ങൾ പറയും, 2 അതിൻ്റെ പശ്ചാത്തലം, ഇറങ്ങിയ പശ്ചാത്തലവും അതിൻ്റെ വിശദീകരണവും അതിൻ്റെ ആശയവും പറയും. കാരണം വാക്കർത്ഥവും ആശയവും രണ്ടും രണ്ടായിരിക്കും. ഒരു ആയത്തിന് ആശയം കുറച്ച് അധികം ഉണ്ടാവും, എന്താണ് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്താണത് അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ആ ആശയം രണ്ടാമത് പറയും. 3-മത് അതിലെ തജ്വീദ് പഠിപ്പിക്കും. 4-മത് അതിലെ ഗ്രാമർ പഠിപ്പിക്കും. ഈ 4-മത് ഗ്രാമർ ആക്കാനുള്ള കാരണം പല ആളുകൾക്കും, പ്രായം ചെന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ഗ്രാമറിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അവിടെ വെച്ച് നിർത്താം, ആ തജ്വീദോട് കൂടി നിർത്താം. ഇനി തജ്വീദും താല്പര്യമില്ലെങ്കിൽ ആദ്യത്തെ 2 സെഷനോട് നിർത്താം. അപ്പോൾ അതുകൊണ്ട് ആദ്യം വാക്കർത്ഥം, പിന്നെ ആശയവും അതിൻ്റെ വിശദീകരണവും, അവസാനം തജ്വീദും ഗ്രാമറും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വെച്ചിട്ട് മുറിക്കാം. ഇപ്പം ഞാൻ നേരിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിവൃത്തിയിൽ അത് ഓഫാക്കാൻ പറ്റില്ലല്ലോ, മറ്റു നിങ്ങൾക്ക് ഓഫാക്കി പോവാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ഓരോ സൂറത്ത് കഴിയുമ്പോഴും ചെറിയൊരു പരീക്ഷ ഉണ്ടാവും, 20 ചോദ്യങ്ങൾ. അത് ഉത്തരം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ശരി ഉത്തരത്തിൻ്റെ മേലെ ടിക്കറ്റ് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. മൊബൈൽ ഓണാക്കുക, നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടും. ഓരോ ചോദ്യത്തിനും 4 ഉത്തരങ്ങൾ ഉണ്ടാവും. ശരി ഉത്തരം ടിക്കിടുക. സമ്മാനം ഉണ്ടാവില്ല, സർട്ടിഫിക്കറ്റ് തരൂല, അള്ള തരുവാണെങ്കിൽ തരും, എൻ്റെ അടുത്ത് കിട്ടൂല, 5 പൈസയും ചിലവാക്കൂല. അപ്പം അതുകൊണ്ട് ആ ഒരു സംഗതിയിൽ അവസാനം നടത്തുന്ന പരീക്ഷയ്ക്ക് സ്വന്തം ഇങ്ങനെ കാണാം, എനിക്കിപ്പോൾ ഈ സൂറത്ത് എത്രത്തോളം മനസ്സിലായി, സ്വയം വിലയിരുത്താൻ വേണ്ടി മാത്രം. ഓരോരുത്തർക്കും സ്വയം വിലയിരുത്താം, ഈ സൂറത്ത് എനിക്ക് എത്ര മനസ്സിലായി. 20 ചോദ്യത്തിൽ 18 എണ്ണം എനിക്ക് ശരിയായി, 2 എണ്ണം തെറ്റി. എന്താ നിങ്ങൾ മനസ്സിലാക്കുക? നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അറിയോ, ആ തെറ്റിയ 2 എണ്ണം ജീവിതകാലത്തിൽ ഒരിക്കലും നിങ്ങൾ മറക്കൂല. കാരണം അത് നിങ്ങളുടെ മനസ്സിൽ നല്ലോണം കിടക്കും. പടച്ചോനെ, ഈ 2 എണ്ണം തെറ്റിയില്ലേ, ഇത് തെറ്റാൻ പാടില്ലായിരുന്നു. ആ തെറ്റിയത് ഒരിക്കലും നിങ്ങൾ മറക്കൂല. ശരി ഉത്തരത്തിനെ പറ്റി പിന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് തെറ്റുന്നത് നല്ലതാണ്, തെറ്റിന് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ആ രൂപത്തിൽ പരീക്ഷ ഉണ്ടാവും. പരീക്ഷ എഴുതൽ യാതൊരു നിർബന്ധവുമില്ല, താല്പര്യമുള്ളവർ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഈ രൂപത്തിലാണ് ആ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കതിൽ പങ്കെടുക്കാം. ഒരുപാട് മറ്റ് പലരും എടുക്കുന്ന ക്ലാസ്സുകളുണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഏതായാലും അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.